നമസ്കാരം. ഹാപ്പി ക്രിയേറ്റീവ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ അൺപാക്കിംഗ് ആണ് കാണിക്കുന്നത്. ഞാൻ കുറച്ച് കോളിയസ് പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഓൺലൈനായിട്ട് വാങ്ങിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈനായിട്ട് പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് വാങ്ങിക്കുന്നത്. അതിവിടെ എത്തുമ്പോഴേക്കും വാടിപ്പോകുമെന്നൊക്കെ എനിക്ക് വലിയ സംശയമായിരുന്നു. ഇങ്ങനെ കോളിയസ് പോലെയുള്ള പ്ലാന്റ്സിൻ്റെ കട്ടിങ് ഓൺലൈനായിട്ട് വാങ്ങാത്ത എല്ലാവർക്കും അതുപോലെയുള്ള സംശയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അത് അൺപാക്ക് ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് കുറച്ച് കോളിയസിൻ്റെ കളക്ഷനുണ്ട്. അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കണ്ടപ്പോൾ അത് വാങ്ങിയതാണ്. ഇവിടെയുള്ള കോളിയസ് കളക്ഷൻ ഞാൻ അവസാനം കാണിച്ചു തരാം. ഞാൻ 15 കട്ടിങ്സിനാണ് ഓർഡർ കൊടുത്തിരുന്നത്. ഇത് കണ്ടോ, പാർസൽ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു പാർസൽ. DTDC പാർസൽ സർവീസ് വഴിയാണ് വന്നിരിക്കുന്നത്. ഒരു കട്ടിങ്ങിന് 10 രൂപ, 15 കട്ടിങ്ങിന് അതുകൊണ്ട് 150 രൂപ. പിന്നെ പാർസൽ ചാർജ് 60 രൂപ അടക്കം 210 രൂപയാണ് ആയിരിക്കുന്നത്. മുകളിൽ ലൈവ് പ്ലാന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഒരു കത്രിക വെച്ച് നമുക്കിത് തുറന്ന് നോക്കാം. ഞായറാഴ്ച രാത്രി വൈകിയാണ് ഞാൻ ഓർഡർ പറഞ്ഞത്. ബുധനാഴ്ച ഉച്ചയായപ്പോഴത്തേക്കും പാർസൽ എത്തിയെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട്. അതായത് 2 ദിവസം എടുത്തു പാർസൽ എത്താൻ. ഉള്ളിൽ പേപ്പറിൽ പൊതിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. അടിയിൽ കുറച്ച് മണ്ണ് പോലെ എന്തോ വെച്ച് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ടുണ്ട്. അഴിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നത് മണ്ണല്ല, ചകിരി ചോറും വളവും എല്ലാം ചേർന്ന ഒരു മിക്സ്ചറാണെന്നാണ് തോന്നുന്നത്. കുറച്ച് നനച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നനച്ചിട്ടുണ്ട്. കട്ടിങ്സ് കണ്ടില്ലേ, നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റും ആണ്. ഇനി ഇതിനെ ചെറിയ ചട്ടിയിലോ പ്ലാസ്റ്റിക് കൂടയിലോ നട്ടു വെക്കണം. അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെയുള്ള കോളിയസ് പ്ലാന്റ്സ് കാണിച്ചു തരാം.
നമ്മുടെ കയ്യിലുള്ള കോളിയസ്. ഇപ്പം ഞാനതൊക്കെ ചെറിയ പോട്ടുകളിൽ നട്ട് വെച്ചിട്ടുണ്ട്. നട്ട് നന്നായി നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് വളരട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതുമാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.